ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് ജയിലിലടയ്ക്കപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ജാമ്യം. NIA കോടതിയാണ് ജാമ്യം നൽകിയത്. ബജ്റാംഗ് ദൾ സംഘപരിവാർ പ്രവർത്തകരുടെ പരാതിയിന്മേലാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. കേരളത്തിനകത്തും പുറത്തും വ്യത്യസ്ത മേഖലകളിൽ നിന്ന് അറസ്റ്റിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. അറസ്റ്റ് ചെയ്ത് 9ാം ദിവസമാണ് ജാമ്യം അനുവദിച്ചത്. 50,000 രൂപയുടെ 2 ആൾജാമ്യവും പാസ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണമെന്ന വ്യവസ്ഥയും ഇന്ത്യ വിട്ടു പോകരുതെന്ന വ്യവസ്ഥയിലുമാണ് ജാമ്യം അനുവദിച്ചത്. റാപ്പർ വേഡിനെതിരെ ബലാത്സംഗ കേസിൽ വേഡിന്റെ തൃശൂരിലെ വീട്ടിൽ പരിശോധന നടത്തി പോലീസ്. വേഡിന്റെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തു. ഇന്നലെയാണ് തൃക്കാക്കര പോലീസ് പരിശോധന നടത്തിയത്. വേഡിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി ഈ മാസം 18 മാറ്റിയിരുന്നു. യുവ ഡോക്ടറുടെ പരാതിയിന്മേലാണ് വേഡിനെതിരെ തൃക്കാക്കര പോലീസ് കേസെടുത്തത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന പരാതിയിലാണ് കേസ്. 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി. ഇന്നലെ രാത്രിയാണ് കേസെടുത്തത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ISS കേരളത്തിൽ നിന്നും ഈ ഓഗസ്റ്റ് 4 നേരിൽ കാണാൻ. കേരളത്തിൽ എവിടെ നിന്നും ടെലസ്കോപ്പില്ലാതെ കാണാവുന്നതാണ്. കാണുവാൻ ഓഗസ്റ്റ് 4 വൈകിട്ട് കൃത്യം 7:15 പടിഞ്ഞാറ് സൂര്യൻ അസ്തമിച്ച ദിശയിൽ നോക്കി നിൽക്കുക. അപ്പോൾ അല്പം വലതുമാറി വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും ഒരു നക്ഷത്രം കണക്കെ ISS ഉദിച്ചു വരും. 7:19 തലയ്ക്ക് മുകളിൽ നല്ല ശോഭയോടെ എത്തും. 7:22 തെക്ക് കിഴക്കായി അസ്തമിക്കും. കലാഭവൻ നവാസിന് ആദരാഞ്ജലികളുമായി ചലച്ചിത്ര ലോകം. മമ്മൂട്ടി, ഷെമ്മി തിലകൻ, ടോവിനോ തോമസ്, നിവിൻ പോളി, ദിലീപ്, അനന്യ, ഉണ്ണി മുകുന്ദൻ തുടങ്ങി മലയാള സിനിമയിലെ മുൻനിര താരങ്ങളും അണിയർ പ്രവർത്തകരും കലാഭവൻ നവാസിന്റെ മരണത്തിൽ അനുശോചനം അറിയിച്ചു. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ആലുവയിലെ വീട്ടിലെത്തിച്ചു. വൈകിട്ട് 4 മുതൽ 5:30 വരെ ആലുവ ജുമാ മസ്ജിദിലെ പൊതുദർശനത്തിന് ശേഷം ഖബറടക്കി.